ഒടുവിൽ വികട യാക്കോബായ അടിമകളുടെ താത്വികാചാര്യൻ മണുകുണത്തച്ഛൻ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ജ്ഞാനായ സമുദായ സഹായ മെത്രാന്മാരും കൂടെയുള്ളവരും കണ്ണു തുറന്നു പിടിച്ച് വായിച്ച് മനസ്സിലാക്കും. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ യാക്കോബായക്കാർക്ക് പാത്രിയാർക്കീസിന്റെ പരമാധികാരം വേണ്ട, പാത്രിയാർക്കീസിന്റെ ആത്മീയ പരിപാലനം മാത്രം മതിയെന്ന്. ഇപ്പോഴെങ്കിലും വികട അടിമ കുഞ്ഞുങ്ങൾക്ക് വെളിവും വെള്ളിയാഴ്ചയും ഒക്കെ ലഭിച്ചല്ലോ, നന്നായി. മണുകുണത്തച്ഛൻ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് ആരെങ്കിലും കൈയോടെ പൊക്കി തിരുത്തിക്കുമോ എന്ന് വിചാരിച്ച് അതിന്റെ സ്ക്രീൻഷോട്ടുകൾ പലരും എടുത്തു വെച്ചിട്ടുണ്ട്. നാളെ ചോദിക്കാമല്ലോ, അദ്ദേഹം ഇനി പറഞ്ഞാലോ ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയായെന്ന് പറഞ്ഞാലോ, തിരുത്തുമായി വരാൻ സാധ്യതയുണ്ട്. ആയിക്കോട്ടെ, ന്യായീകരിച്ചോട്ടെ, ഒരു വിരോധവുമില്ല. എന്നാലും മണവത്തച്ഛൻ എഴുതിയതല്ലാതാകുന്നില്ലല്ലോ. അതിനാ തെളിവായി സ്ക്രീൻഷോട്ട് എടുത്തു മാറ്റിയത്. മലങ്കര സഭയും ഇത് തന്നെയാ കാലങ്ങളായിട്ട് പറയുന്നത്. പാത്രിയാർക്കീസിന് ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂവെന്ന് അദ്ദേഹത്തെ ആത്മീയ പിതാവായി മലങ്കര മക്കൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് സഭയുടെ ഭരണത്തിലൊന്നും കയറി ഇടപെടണ്ട. അതിനുള്ള അധികാരമൊന്നും മലങ്കര സഭയിലില്ല. സുപ്രീം കോടതി വരെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ജ്ഞാനായ സമുദായവും പറയുന്നത്. ഒരു പാത്രിയാർക്കീസ്, ഒരു സമുദായ മെത്രാപ്പോലിത്ത. ജ്ഞാനായ സമുദായ ഭരണഘടന പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ജ്ഞാനായ കമ്മിറ്റിയിലും ഭരണസമിതിയിലും അധിഷ്ഠിതമായ ആഭ്യന്തര സ്വയംഭരണം, 3 സഹായ മെത്രാന്മാർ, പാത്രിയാർക്കീസിന്റെ ആത്മീയ നേതൃത്വം. ഇവിടെ സഹായന്മാർ മാത്രമേ പറയുന്നുള്ളൂ, അല്ല ആഗ്രഹമുള്ളൂ. ജ്ഞാനായ സമുദായം പാത്രിയാർക്കീസിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കണമെന്ന്, ഇല്ലാത്ത പരമാധികാരം കൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള ചൊറിച്ചിൽ. അതിന് കാരണം പാത്രിയാർക്കീസിനോടോ സിംഹാസനത്തോടോ ഉള്ള സ്നേഹമോ ഭക്തിയോ കൂടോ ഒന്നുമല്ല. എങ്ങനെയെങ്കിലും സമുദായ മെത്രാപ്പോലിത്ത സേവേറിയോസ് തിരുമേനിയെ ഒതുക്കണം, മുടക്കിക്കണം, പുറത്താക്കണം. സമുദായ സെക്രട്ടറിയെ പുറത്താക്കണം. ആ കസേരയിൽ കയറിയിരിക്കണം. അതൊന്നും നടത്തില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാനാ ജ്ഞാനായ ചുണക്കുട്ടികൾ പറയുന്നത്. എന്തായാലും യാക്കോബായക്കാരുടെ മനസ്സിലിരിപ്പ് നല്ല വെട്ടിപ്പായി എഴുതിയ മണവത്തച്ഛൻ ഇരിക്കട്ടെ ഇന്നത്തെ ഒരു കുതിരപ്പവൻ.